ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് പലരും അറിയാതെ പോകുന്ന ഒരു വലിയ രഹസ്യത്തെക്കുറിച്ചാണ്. നമ്മുടെ കൺമുന്നിൽ തന്നെയുള്ളൊരു സത്യം, പക്ഷേ പലപ്പോഴും നമ്മളതിനെ ശ്രദ്ധിക്കാറേ ഇല്ല. കാരണം എന്താണെന്നറിയോ? അത് അത്രയധികം സിമ്പിളാണ്. നമ്മളുടെയൊക്കെ മനസ്സിൽ എന്താണ്? വിജയം നേടണമെങ്കിൽ കഷ്ടപ്പെടണം, വലിയ കാര്യങ്ങളൊക്കെ ചെയ്യണം, ജീവിതം ഒരു പോരാട്ടമായിരിക്കണം എന്നൊക്കെയല്ലേ? അങ്ങനെയുള്ള ചിന്തകളിൽ മുഴുകിയിരിക്കുന്ന നമ്മുടെ മനസ്സിന് ഈ ലളിതമായ സത്യം ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും. ഒരു രഹസ്യമുണ്ട്. അത് ശരിയായ രീതിയിൽ ശാന്തമായിട്ട് പരിശീലിച്ചാൽ ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് വന്ന് ശരി, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയും. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ആ രഹസ്യം എന്താണെന്നും എന്തുകൊണ്ടാണ് നിങ്ങളത് മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെക്കേണ്ടതെന്നും പറയാൻ പോവുകയാണ്. അപ്പോൾ മുന്നോട്ട് പോകുന്നതിന് മുൻപ് ഒരു കടലാസിൽ എഴുതുക: ഈ പ്രപഞ്ചത്തിൻ്റെ ഒഴുക്കിൽ എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾ വെറുതെ വാക്കുകൾ എഴുതുകയല്ല കേട്ടോ, ഒരു സിഗ്നൽ അയക്കുകയാണ്. ശരി, നമുക്ക് തുടങ്ങാം. നിങ്ങൾ ചിന്തിക്കുന്നതും ചെയ്യുന്നതും പറയുന്നതും എല്ലാം ഒരു പ്രക്ഷേപണമാണ്, അല്ലേ? നിങ്ങൾ എപ്പോഴും സിഗ്നലുകൾ പുറത്തേക്ക് അയക്കുന്നു. എന്നാൽ നിങ്ങൾ ഒരു കാര്യം നേടിയെടുക്കുന്നതിന് മുമ്പ് തന്നെ അത് ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ നിങ്ങളുടെ ശക്തി ചോർന്നു പോവുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അല്ല, അതങ്ങനെ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നവർക്ക് മാത്രമാണ് കേട്ടോ ഇത് വർക്ക് ചെയ്യുന്നത്. കാരണം ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് വർക്ക് ചെയ്യുന്നതും എനിക്കറിയാം. കാരണം നമ്മുടെ ഒരു ആഗ്രഹങ്ങൾ പുറത്ത് മറ്റുള്ളവരോട് പറയുമ്പം അത് പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് എനിക്ക് വർക്ക് ചെയ്ത കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പം ഞാൻ ഒന്നുകൂടി പറയാം, എന്താണ് ഈ രഹസ്യം, എന്തുകൊണ്ടിത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കണമെന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്താൻ, യൂണിവേഴ്സിനോട് സംസാരിക്കാൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉച്ചത്തിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതിനു മുമ്പ് ഒരു കടലാസ് എടുക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പേപ്പർ എടുക്കുക, അതിൽ എഴുതണം: ഞാൻ യൂണിവേഴ്സിൻ്റെ ഒഴുക്കിൽ വിശ്വസിക്കുന്നു. ഈ വാക്കുകൾ വെറും വാക്കുകളൊന്നും അല്ല കേട്ടോ, ഇതൊരു സിഗ്നലാണ്. യൂണിവേഴ്സിന് നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി കാണിക്കുന്ന ഒരു സന്ദേശമാണിത്. നിങ്ങളുടെ ചിന്തകളും വാക്കുകളും എല്ലാം ഒരു സിഗ്നലാണ്. നിങ്ങളുടെ ഓരോ ചിന്തയും വാക്കും പ്രവൃത്തിയും ഒരു ബ്രോഡ്കാസ്റ്റ് പോലെയാണ്. നിങ്ങളെപ്പോഴും യൂണിവേഴ്സിനോട് എന്തെങ്കിലും പറയുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ അവ യാഥാർത്ഥ്യമാക്കുന്നതിന് മുൻപ് എല്ലാവരോടും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ശക്തി ചോർത്തുകയാണ്. ഇതെന്താണെന്ന് ഞാൻ വിശദീകരിച്ച് പറയാം. നിങ്ങളുടെ സ്വപ്നങ്ങൾ ആരോടെങ്കിലും പങ്കുവച്ചിട്ടുണ്ടോ? ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു വലിയ ലക്ഷ്യം നേടാൻ പോകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം എന്തായിരിക്കും സംഭവിക്കുന്നത്? എനിക്ക് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു തീ, ആ ഒരു പ്രചോദനം പെട്ടെന്ന് കുറഞ്ഞു പോയതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇത് യാദൃശ്ചികമല്ല, നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു കെണിയാണിത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉച്ചത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ, അതായത് പ്രത്യേകിച്ച് മാനിഫെസ്റ്റേഷൻ്റെ ശക്തി മനസ്സിലാക്കാത്തവരോട്, നിങ്ങളുടെ ഊർജം, അതായത് നിങ്ങളുടെ എനർജി ചോർന്നു പോകുന്നു. നിങ്ങളുടെ വൈബ്രേഷൻ ഫീൽഡിൽ സംശയവും വിമർശനവും അനാവശ്യ ഉപദേശങ്ങളും കടന്നു വരുന്നു. ഇതിന് ശാസ്ത്രീയമായിട്ടും തെളിവുകളുണ്ട് കേട്ടോ. നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അതായത് മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ തലച്ചോറിന് ഡോപ്പമിൻ എന്ന സന്തോഷം നൽകുന്ന രാസവസ്തു ലഭിക്കുന്നു. ഇത് നിങ്ങൾ ഓൾറെഡി വിജയിച്ചു എന്ന് നിങ്ങളുടെ മനസ്സിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രചോദനം പതിയെ ഇല്ലാതാകുന്നത്. ഇത് നിങ്ങൾക്ക് മുൻപ് അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയും കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും. പിന്നീട് അതിനുള്ള തീവ്രത നഷ്ടപ്പെട്ടിട്ടും ഉണ്ടാകും. അത് വെറുമൊരു യാദൃശ്ചികതയല്ല. നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ വലിയ ആത്മീയ ഗുരുക്കന്മാർ, അല്ലെങ്കിൽ വിജയിച്ച സംരംഭകർ, ഇവർക്കെല്ലാം ഒരു പൊതുവായ ഒരു കാര്യം ഉണ്ടായിരുന്നു. അവർ ആദ്യം പ്രവർത്തിച്ചു, പിന്നീട് സംസാരിച്ചു. കാരണം രഹസ്യമായി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശക്തി നൽകുന്നു. അത് പുറം ലോകത്തിന് തുളയ്ക്കാൻ കഴിയാത്ത ഒരു ഉയർന്ന ഊർജ്ജവലയം സൃഷ്ടിക്കുന്നു. അതായത് അവർ തങ്ങളുടെ സ്വപ്നങ്ങൾ നിശബ്ദമായി ഉള്ളിൽ സൂക്ഷിച്ചു.
നിങ്ങളുടെ നിശബ്ദതയിൽ ഒരു ശക്തമായ വൈബ്രേഷൻ രൂപപ്പെടുന്നു. പുറത്തുള്ള ലോകത്തിന് അതിനെ തകർക്കാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം നേടിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് രഹസ്യമായിട്ട് സൂക്ഷിക്കുക. അത് മനസ്സിൽ കാണുക, അതായത് ദൃശ്യവൽക്കരിക്കുക, അനുഭവിക്കുക. അത് ഓൾറെഡി നിങ്ങളുടെ ആണെന്ന ഭാവത്തിൽ നടക്കുക. പക്ഷെ ഒരക്ഷരം മിണ്ടരുത്. ശക്തമായ ഊർജം നിശബ്ദതയിൽ വലിയ സ്വാധീനം ചെലുത്തും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത് ഭൂരിഭാഗവും കാണാൻ കഴിയാത്ത കാര്യങ്ങളാണ്, അല്ലേ? അത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ വേരൂന്നിയ ചിന്തകളാണ്. കുട്ടിക്കാലം, സ്കൂള്, സമൂഹം, നമ്മളുടെ ആവർത്തനത്തിലൂടെ ലഭിച്ച പാഠങ്ങൾ, പണം നേടാൻ ബുദ്ധിമുട്ടാണ്, ജീവിതം ഒരു പോരാട്ടമാണ്, വിജയം മറ്റുള്ളവർക്കുള്ളതാണ് എന്നിങ്ങനെയുള്ള ചിന്തകൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. ഉപബോധ മനസ്സിന് ഒരു കാര്യം സത്യമാണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. അത് ആവർത്തിച്ച് കേൾക്കുന്നുണ്ടോ എന്ന് മാത്രമേ അത് ശ്രദ്ധിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഒരു വിശ്വാസം അത് ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അത് ആവർത്തിച്ച് കേൾക്കുന്നതിനെ മാത്രമാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു പുതിയ കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങൾക്കിത് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് തടയുന്നത്. നിങ്ങളുടെ ഫലങ്ങൾ വരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ വിജയത്തെ അത് സ്വയം തകർക്കുന്നു. ഇനിയിപ്പോൾ അതിനെന്താണ് പരിഹാരം? മാറ്റം പുറത്തു നിന്നല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തുടങ്ങണം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പുതിയ വിശ്വാസങ്ങളാൽ റീപ്രോഗ്രാം ചെയ്യുക. അത് വിഷ്വലൈസേഷൻ, റെപ്പറ്റീഷൻ, ഇങ്ങനെയുള്ള ഏറ്റവും ശക്തമായ ഉപകരണങ്ങളാണ് അതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഞാൻ സമൃദ്ധിയുള്ളവനാണ് എന്ന് വെറുതെ പറയരുത്. അത് അനുഭവിക്കണം, അത് ഫീൽ ചെയ്ത് വേണം പറയാൻ. അത് മനസ്സിൽ കാണണം. നിങ്ങളുടെ ഉപബോധ മനസ്സ് അതിനെ വിശ്വസിക്കുന്നത് വരെ നമ്മൾ ആവർത്തിക്കണം. നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ആവർത്തിച്ച് പറയുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്കുള്ളൊരു കമാൻഡാണ്. നിങ്ങളുടെ ഉള്ളിലെ ലോകം മാറിയാൽ പുറത്തെ ലോകത്തിന് മാറാതെ വേറെ വഴിയില്ല. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ശക്തിയാണ്. അവ ശ്രദ്ധിച്ചുപയോഗിക്കുക. ഇനി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെയുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എല്ലാം ഒരേപോലെ നടക്കുന്ന ദിവസങ്ങൾ, എല്ലാം പോസിറ്റീവായിട്ടായിരിക്കും നടക്കുന്ന ആ ദിവസങ്ങളിൽ. അതായത് ഒരു ശരിയായ വ്യക്തി നിങ്ങളെ വിളിക്കുന്നു, അല്ലെങ്കിൽ ഒരു ആശയം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നു, അത് നിങ്ങൾക്കൊരു വഴിത്തിരിവാകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെക്കുറിച്ച് ഓർക്കുന്നു, അപ്പോൾ തന്നെ അവരിൽ നിന്നൊരു മെസ്സേജ് വരുന്നു. ഇത് വെറും ഒരു യാദൃശ്ചികതയല്ല, അതൊരു ഫ്ലോ, അതായത് ഒഴുക്ക്. നിങ്ങൾ പ്രതിരോധിക്കാത്ത സമയത്ത് നിങ്ങളുടെ സ്വാഭാവിക അവസ്ഥയാണിത്. ഇതിനെ നമ്മൾ സിങ്ക്രോണിസിറ്റി എന്നൊക്കെ വിളിക്കും. അത് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന സൂചനകളാണ്. നിങ്ങളുടെ ഉള്ളിലെ ലോകം പുറം ലോകവുമായിട്ട് ഒടുവിൽ യോജിപ്പിലെത്തി എന്ന് കാണിക്കുന്ന അടയാളങ്ങളാണിത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫ്ലോ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് നോക്കാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ നിർബന്ധിക്കുന്നത് നിർത്തുക എന്നതാണ്. വെപ്രാളത്തോടെ പിന്തുടരുന്നത് നിർത്തുക. നിങ്ങളുടെ ഫലം നിർബന്ധിച്ച് വരുത്താനുള്ള ആഗ്രഹം ഉപേക്ഷിക്കുക. പകരം ജീവിതം അതിൻ്റെ വഴിക്ക് പോകാൻ അനുവദിക്കുക. ഇതിനർത്ഥം ഒന്നും ചെയ്യാതിരിക്കുക എന്നല്ല, മറിച്ച് ഒരു യോജിപ്പുള്ള അവസ്ഥയിൽ നിന്ന് പ്രവർത്തിക്കുക എന്നതാണ്, അല്ലാതെ ഉത്കണ്ഠയിൽ നിന്നല്ല. അതെത്തിയോ, അല്ലാതെ എപ്പോൾ വരും, അല്ലെങ്കിൽ എപ്പോൾ കിട്ടും എന്ന് നിങ്ങൾ എപ്പോഴും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഫ്ലോയിലല്ല, ഭയത്തിലാണ്, അതായത് ഉത്കണ്ഠയിലാണ്. ഈ ഭയവും ഉത്കണ്ഠയും നിങ്ങളുടെ എനർജിയെ തടസ്സപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫ്ലോ വരുത്തണമെന്ന്. ആ ഫ്ലോയുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പ്രവേശിക്കണമെന്ന്. നിങ്ങൾ നിങ്ങളുടെ ഈ ഇമോഷണൽ പിടി അയച്ച് ഈ പ്രക്രിയയെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ മാനിഫെസ്റ്റേഷൻ യാതൊരു പരിശ്രമവും കൂടാതെ സംഭവിക്കും. നിങ്ങൾ ഭൂതകാലത്തിൽ കുടുങ്ങാതെ, ഭാവിയെക്കുറിച്ച് പരിഭ്രാന്തരാകാതെ ഈ നിമിഷത്തിൽ ജീവിക്കുമ്പോഴാണ് ഫ്ലോ ഉണ്ടാകുന്നത്.
ജീവിതത്തോടൊപ്പം ഒഴുകുക. അതിനെതിരെ പോരാടാതിരിക്കുക. നിങ്ങൾ എത്രത്തോളം ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുവോ അത്രത്തോളം അത് വൈകും. എന്തുകൊണ്ടാണെന്നറിയാവോ? കാരണം അമിതമായ ചിന്ത ഒരുതരം ദാരിദ്ര്യബോധമാണ്. പ്രപഞ്ചം ദാരിദ്ര്യത്തിനോട് പ്രതികരിക്കത്തില്ല, ഉറപ്പിനോടാണ് പ്രതികരിക്കുന്നത്. ഇത് നിങ്ങളുടെ ഓൾറെഡി എൻ്റേതാണ്, ഞാൻ അതിലേക്ക് എത്തിച്ചേരുകയേ ഉള്ളൂ എന്ന് ഉറപ്പ് പറയണം. നിങ്ങൾ ആ മാനസികാവസ്ഥയിലേക്ക് മാറുമ്പോൾ ലോകം തന്നെ ആ പുതിയ ഊർജത്തിനനുസരിച്ച് മാറാൻ തുടങ്ങും. അപ്പോൾ ഇതാണ് പലരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത സത്യം. നിങ്ങളുടെ വിധി, ദുശകുനം, സാമ്പത്തിക സ്ഥിതി എന്നിവയല്ല നിങ്ങളെ തടയുന്നത്. നിങ്ങളെ തടയുന്നത് നിങ്ങളുടെ തന്നെ പ്രതിരോധമാണ്. പ്രതിരോധം കാണാൻ കഴിയാത്തതാണ്. അത് ഭയം, സംശയം, അമിതമായ ചിന്ത, താരതമ്യം ചെയ്യാനുള്ള പ്രവണത, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാനുള്ള ആഗ്രഹം എന്നിവയുടെ രൂപത്തിൽ വരും. ഇത് നടന്നില്ലെങ്കിലോ എന്ന് നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം ചോദിക്കുന്നതാണ് ആ ഒരു പ്രതിരോധം. ശരിയല്ലേ? ആ ശബ്ദമാണ് വാതിൽ അടച്ചിടുന്നത്. ഒരു കാര്യം സംഭവിക്കുമോ എന്ന് നിങ്ങൾ ടെൻഷനിലായിരിക്കുമ്പോൾ അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പ്രപഞ്ചത്തോട് പറയുകയാണ്. ആ ഊർജം കൂടുതൽ കാലതാമസത്തിന് കാരണമാകും. അപ്പോൾ ഇതിനുള്ള പ്രതിവിധി എന്താണ്? ഞാൻ പറയട്ടെ. ലളിതമായ ഉത്തരം ഡിറ്റാച്ച്മെൻറ്റ്, അഥവാ വേർപെടൽ. നിങ്ങളുടെ ലക്ഷ്യം വെക്കുക, എന്നിട്ട് അതിനെ വിട്ടുകളയുക. നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അത് വരുമെന്ന ഉറപ്പുള്ളത് കൊണ്ട്. അത് അദൃശ്യമായ ലോകത്ത് ഓൾറെഡി സ്വീകരിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട്. ഈ പ്രക്രിയയെ വിശ്വസിക്കുന്നത് കൊണ്ട് ഇതാണ് മാനിഫെസ്റ്റേഷൻ്റെ കാതൽ. അതെങ്ങനെ സംഭവിക്കുമെന്നറിയാനുള്ള ആ ഒരു ആഗ്രഹം ഉപേക്ഷിക്കുക. നിങ്ങളുടെ ലക്ഷ്യം മനസ്സിൽ ഉറപ്പിക്കുക. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അതിന് അനുസൃതമാക്കുക. ബാക്കിയുള്ളത് വിട്ടേക്കുക. കാരണം നിങ്ങൾ പ്രതിരോധിക്കുന്നത് നിർത്തുമ്പോൾ നിങ്ങൾ തടയുന്നത് നിർത്തുമ്പോൾ എല്ലാ വഴികളും തെളിയും. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിൻ്റെ പ്രായോഗികമായ അർത്ഥം അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നാമതായി, നിങ്ങളുടെ മാനിഫെസ്റ്റേഷനുകൾ ശാന്തമായിട്ട് സൂക്ഷിക്കുക, ആരോടും പറയാതെ. നിങ്ങളവ മറച്ചു വെക്കുകയൊന്നുമല്ല, മറിച്ച് അവ രൂപം കൊള്ളുമ്പോൾ അതിനെ ഊർജപരമായിട്ട് സംരക്ഷിക്കുകയാണ്. രണ്ടാമതായിട്ട്, നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ദിവസവും ബോധപൂർവം ആവർത്തനത്തിലൂടെ, അനുഭവത്തിലൂടെ റീപ്രോഗ്രാം ചെയ്യുക. മൂന്നാമതായി, ഒഴുക്കിനെ തിരിച്ചറിയുക, അതായത് ഫ്ലോ, നിയന്ത്രണം വിട്ടുകളയുക. നാലാമതായി, ഡിറ്റാച്ച്മെൻറ്റ്. നിങ്ങളുടെ ലക്ഷ്യം വെക്കുക, എന്നിട്ട് അതിനെ വിട്ടുകളയുക. അവസാനമായിട്ട്, നിങ്ങൾ ആരാകാൻ ആഗ്രഹിക്കുന്നുവോ അത് ഇപ്പോൾ തന്നെ ആകുക, പിന്നീടല്ല. അത് സംഭവിക്കുമ്പോഴല്ല, ഇപ്പോൾ തന്നെ. കാരണം യാഥാർത്ഥ്യം നിങ്ങൾക്കായി കാത്തിരിക്കുന്നില്ല, അത് നിങ്ങളെ പ്രതിഫലിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഉറപ്പ്, സമാധാനം, ശക്തി എന്നിവ പ്രതിഫലിപ്പിക്കുക. നിങ്ങൾക്ക് വാതിലുകൾ ഇപ്പോൾ തന്നെ തുറക്കണമെങ്കിൽ അവയെ നിർബന്ധിച്ച് തുറക്കുന്നത് നിർത്തുക. പ്രപഞ്ചത്തോട് ഉറക്കെ അലറുന്നത് നിർത്തുക. പകരം മന്ത്രിക്കുക, ഊർജത്തിൽ സംസാരിക്കുക. ശാന്തമായ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതം നിങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാകട്ടെ. എല്ലാ രാത്രിയും ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഭക്ഷണം നൽകുക. അതായത് പുതിയ നിങ്ങളെ ദൃശ്യവൽക്കരിക്കുക, പുതിയ വിശ്വാസങ്ങൾ പറയുക. നിങ്ങളുടെ ഫ്യൂച്ചർ ഓൾറെഡി കഴിഞ്ഞു പോയ ഒരു കാര്യമാണെന്ന പോലെ അനുഭവിക്കുക. അതാണ് ഇതിൻ്റെ രഹസ്യം. ശരി, അടുത്തതായിട്ട് നിങ്ങൾ ആ ഒരു കടലാസിൽ എഴുതേണ്ടത് ഇതാണ്: ഈ പ്രപഞ്ചത്തിൻ്റെ ഒഴുക്കിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതെന്നെ അത്ഭുതപ്പെടുത്താൻ ഞാൻ അനുവദിക്കുന്നു. കാരണം നിങ്ങളിത് ചെയ്യുന്ന നിമിഷം അതാണ് നിങ്ങളുടെ വഴിത്തിരിവ്.
ഇനി എൻ്റെ ഒരു അനുഭവം പറയട്ടെ. എനിക്കിതൊരു വെറും ഒരു തിയറി അല്ല, ഇതൊരു ജീവിത രീതിയാണ്. ഞാൻ പലതവണ എൻ്റെ സ്വപ്നങ്ങൾ വളരെ വേഗം എല്ലാവരോടും പറഞ്ഞു നടന്നിട്ടുണ്ട്. പക്ഷേ എന്താണ് സംഭവിച്ചത്? സംശയം, താരതമ്യം, അല്ലെങ്കിൽ നിനക്കിത് കഴിയുമോ എന്നുള്ള നല്ല ഉദ്ദേശത്തോടുള്ള ഉപദേശങ്ങൾ. എല്ലാവരും ചിലപ്പോൾ നെഗറ്റീവ് ഒന്നും ആയിരിക്കത്തില്ല കേട്ടോ പറയുന്നത്. പക്ഷേ ഇവയെല്ലാം എൻ്റെ ഊർജത്തെ കുഴപ്പത്തിലാക്കി. പക്ഷേ ഞാൻ സൈലൻ്റ് ആയപ്പോൾ, അതായത് ഞാൻ നിശബ്ദനായപ്പോൾ, എൻ്റെ മാനിഫെസ്റ്റേഷനുകളെ പവിത്രമായിട്ട് സൂക്ഷിച്ചപ്പോൾ എല്ലാം വേഗത്തിൽ നടന്നു. വാതിലുകൾ ഞാൻ ശ്രമിക്കാതെ തന്നെ തുറന്നു. കാരണം ഞാൻ എൻ്റെ വൈബ്രേഷനെ അലൈൻ ചെയ്തു. ഞാൻ പുറത്തു നിന്ന് അംഗീകാരം തേടിയില്ല. ഇത് മറച്ചുവെക്കലൊന്നുമല്ല, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ ഫ്രീക്വൻസിയെ സംരക്ഷിക്കലാണ്. യൂണിവേഴ്സിന് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ അറിയാം. നിങ്ങളുടെ ഉള്ളിലെ ജോലി ഏതൊരു പ്രഖ്യാപനത്തെക്കാളും ശക്തമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ രഹസ്യം ഇന്നു മുതൽ ഉപയോഗിക്കൂ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിശബ്ദമായിട്ട് സൂക്ഷിക്കൂ. നിങ്ങളുടെ ഉപബോധ മനസ്സിനെ എല്ലാ ദിവസവും പോഷിപ്പിക്കൂ. യൂണിവേഴ്സിൻ്റെ ഒഴുക്കിൽ വിശ്വസിക്കൂ. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ ഏറ്റവും വലിയ തെളിവാവട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരുമിച്ച് നമുക്ക് വളരാം, പഠിക്കാം, മാനിഫെസ്റ്റ് ചെയ്യാം. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്